നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ഇറാൻ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കിടയിലും ഇറാൻ പതറാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഏറ്റവും വലിയ ഒരു ചാലക ശക്തി റഷ്യയാണെന്ന് തന്നെ ലോകം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. റഷ്യയുടെ നയതന്ത്രപരവും സൈനികവുമായ പിന്തുണയില്ലാതെ ഇറാന് ഇത്രയും ദീർഘകാലം പ്രതിരോധം തീർക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യ ഇറാനെ ഒരു പ്രധാന കവചമായാണ് കാണുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇറാന് അനുകൂലമായിട്ട് പ്രമേയങ്ങൾ കൊണ്ടുവരാനും അമേരിക്കൻ നീക്കങ്ങളെ തടയാനും വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ശ്രമങ്ങൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ഇപ്പോൾ കേവലം ആയുധ കൈമാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. യുദ്ധകളത്തിലെ തന്ത്രങ്ങൾ മെനയുന്നതിലും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും റഷ്യ ഇറാൻ്റെ ഒരു ബുദ്ധികേന്ദ്രമായി തന്നെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. മുൻപ് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിൽ മാത്രം സഹായം നൽകിയിരുന്ന റഷ്യ ഇപ്പോൾ യുദ്ധം മുറുകിയതോടുകൂടി നേരിട്ടുള്ള ഒരു ഗൈഡൻസ് സംവിധാനത്തിലേക്ക് മാറിയതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ഓരോ നീക്കത്തിലും റഷ്യൻ യുദ്ധതന്ത്രജ്ഞരുടെ ഉപദേശങ്ങളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും അവയെ പ്രതിരോധിക്കാനും ഇറാന് ലഭിക്കുന്ന ഈ ഉന്നതതല സഹായം യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റാൻ പ്രാപ്തിയുള്ളതാണ്. ഇതോടെ ഈ ഒരു പോരാട്ടം അത് സത്യത്തിൽ റഷ്യയുടെ കൂടി യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സാങ്കേതികമായിട്ട് അമേരിക്കൻ ഇസ്രായേൽ സംവിധാനങ്ങളെക്കാൾ പിന്നിലാണ് എന്നത് ഒരു രഹസ്യമല്ല. വിമാനങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നതിന് മുൻപേ താവളങ്ങളിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരെ മുൻപുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് റഷ്യയുടെ സാങ്കേതികവിദ്യ ഏറെ നിർണായകമാകുന്നത്. ശത്രുക്കളുടെ മിസൈലുകളും വിമാനങ്ങളും ട്രാക്ക് ചെയ്യുന്നതിലൂടെ അതുപോലെ തന്നെ അവയെ തടയുന്നതിലൂടെയും ഒക്കെ തന്നെ റഷ്യയ്ക്ക് ലോകോത്തരമായിട്ടുള്ള സാങ്കേതികവിദ്യയുണ്ട്. ഇറാൻ്റെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ നൽകിയ S-300, S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ റഷ്യൻ കരുത്താണ് ഇസ്രായേലിൻ്റെ പൂർണ്ണമായ ആകാശ ആധിപത്യത്തെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത്. നാവിക രംഗത്തും റഷ്യയുടെ ശക്തിപ്രകടനം ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കടുത്ത ഉപരോധങ്ങൾ നേരിടുമ്പോൾ പസഫിക് മഹാസമുദ്രത്തിലെ അവാച്ച ഗൾഫിൽ റഷ്യ നടത്തിയ വമ്പൻ നാവിക അഭ്യാസം അമേരിക്കയ്ക്കുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിലെ MPK-107 എന്ന ആൻറ്റി സബ്മറൈൻ വാർഷിപ്പ് അടക്കമുള്ള ആധുനിക കപ്പലുകൾ അണിനിരന്ന ഈ പ്രകടനം ഇറാന് നേരെ കടൽ മാർഗം ഉണ്ടാകാനിടയുള്ള വലിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകൾ റഷ്യ ഇറാന് നൽകുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകം. ഈ യുദ്ധത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായി മാറിയിരിക്കുന്നത് അത് ഇറാൻ്റെ ഡ്രോണുകളാണ്, പ്രത്യേകിച്ചും ഷാഹിദ് വിഭാഗങ്ങളിലുള്ള ഡ്രോണുകൾ. കാരണം വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുത അത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ ഒരു ഡ്രോൺ സാങ്കേതിക വിദ്യ അത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നതാണ്. യുക്രൈനിൽ നിന്ന് ലഭിച്ച യുദ്ധാനുഭവങ്ങൾ അത് വെച്ചുകൊണ്ട് റഷ്യ ഈ ഡ്രോണുകളെ കൂടുതൽ മാരകമായി നവീകരിച്ചിരിക്കുകയാണ്. ഇന്ന് അതേ നവീകരിച്ച യുദ്ധതന്ത്രങ്ങൾ റഷ്യ ഇറാനിലേക്ക് തിരികെ എത്തിക്കുകയാണ്. പണ്ട് റഷ്യയെ സഹായിച്ച ഇറാന് ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യ ആ ഒരു ഉപകാരം തിരികെ നൽകുകയാണ്. അമേരിക്കൻ റഡാർ സംവിധാനങ്ങളെയും സൈനിക താവളങ്ങളെയും വളരെ കൃത്യതയോടുകൂടി തകർക്കാൻ ഇറാന് സാധിക്കുന്നത് റഷ്യയുടെ ഈ ഒരു ഗൈഡൻസ് സിസ്റ്റം ആ ഒരു സംവിധാനം കാരണമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ആഗോള ഇന്ധന വിപണിയിലും ഈ യുദ്ധം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നതിനാൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ്. സ്വന്തം ഓയിൽ റിസർവുകൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട് വില കുറയ്ക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മറ്റൊരു വസ്തുത എന്തെന്നാൽ അത് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് തന്നെ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുവാദം നൽകേണ്ടി വരുന്നു എന്നതാണ്. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. കാരണം ഉയർന്ന വിലയിൽ ഇത്തരത്തിൽ എണ്ണ വിൽക്കാനായിട്ട് സാധിക്കുന്നതോടെ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ അത് കൂടുതൽ കരുത്ത് ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ്റെ പ്രതിരോധത്തിൽ ചൈനയുടെ പങ്ക് റഷ്യയേക്കാൾ സാമ്പത്തികമായി ആഴത്തിലുള്ളതാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 80% ചൈനയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സാമ്പത്തിക തകർച്ച ചൈനയുടെ ഊർജ്ജ സുരക്ഷയെയും ബാധിക്കും. ചൈന നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇറാനെ മാനസികമായും സാമ്പത്തികപരമായും നിലനിർത്താനായിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. കാരണം പിന്നിൽ നിന്നുള്ളൊരു പിന്തുണയാണ് ചൈന ഇവിടെ നൽകുന്നത്.
ഇറാൻ എത്രത്തോളം പ്രതിരോധിക്കുമെന്ന് നിരീക്ഷിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഉപരോധങ്ങൾ ഭേദിച്ചുകൊണ്ട കപ്പലുകൾ അയക്കാനും ഇറാനെ സഹായം എത്തിക്കാനും സജ്ജമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം ചൈനീസ് കപ്പലുകളെ ആക്രമിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അത് നേരിട്ടുള്ള ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നയതന്ത്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയും ചൈനയും കളിക്കുന്ന ഒരു നീക്കം വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പ്രമേയങ്ങളെ വെട്ടിയും തന്ത്രപരമായിട്ട് വോട്ടെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നും അവർ ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക കൊണ്ടുവന്ന ഇറാൻ വിരുദ്ധ പ്രമേയത്തിന് എതിരെ വോട്ട് ചെയ്തില്ലെങ്കിലും തന്ത്രപരമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ റഷ്യ നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. പാശ്ചാത്യ ശക്തികൾ ലോകത്തെ നിയന്ത്രിക്കുന്ന കാലം കഴിഞ്ഞെന്നും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾക്കറിയാമെന്നുമാണ് ഈ നീക്കങ്ങളിലൂടെ അവർ തെളിയിക്കുന്നത്. ഇത് അമേരിക്ക നയിക്കുന്ന ലോകക്രമത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇനി ഉത്തര കൊറിയയുടെ സാന്നിധ്യവും ഈ സഖ്യത്തിൽ മറ്റൊരു പ്രധാന വശം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും പുല്ലുപോലെ കാണുന്ന കിം ജോങ് ഉൻ ഇറാന് തൻ്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആണവായുധങ്ങൾ കൈവശമുള്ള കടുത്ത അമേരിക്കൻ വിരോധിയായിട്ടുള്ള ഉത്തര കൊറിയയുടെ ആ ഒരു സാമീപ്യം അത് ഇറാന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആയുധങ്ങൾ എത്തിക്കാൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്ത് സാഹസത്തിനും മുതിരുന്ന ഉത്തര കൊറിയയുടെ രീതി അത് അമേരിക്കയ്ക്ക് വലിയ ഒരു ഭയം തന്നെയാണ്. കിം ജോങ് ഉന്നിനെ പോലൊരു നേതാവ് ഇറാൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ നയതന്ത്ര നീക്കങ്ങളെപ്പോലും കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര സാഹചര്യം ഈ യുദ്ധത്തിൽ വലിയൊരു ഘടകം തന്നെയാണ്. രാജ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണകൂടത്തിന് അതിജീവനം വളരെ അനിവാര്യമാണ്. കാരണം വൈദേശിക ശക്തികൾ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഒരു വലിയ പോരാട്ട വീര്യം ഇറാന് കൈവരുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനായുള്ള ഈ അന്തിമ പോരാട്ടത്തിൽ റഷ്യയെപ്പോലൊരു വൻ ശക്തിയുടെ സഹായം ലഭിക്കുന്നത് അത് ഇറാൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോകില്ലെന്ന ബോധ്യം ഇറാൻ്റെ സൈനികർക്ക് വലിയ ഊർജ്ജമാണ് ഇപ്പോൾ പകരുന്നത്. ഇറാൻ്റെ ആയുധ ശേഖരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ വിമാനങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മിസൈലുകളിലും ഡ്രോണുകളിലുമാണ്. ശബ്ദത്തേക്കാൾ 7 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇറാൻ്റെ പക്കലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അത് ഇറാൻ തനിയെ വികസിപ്പിച്ചെടുത്തതാണെന്ന് കരുതാനായിട്ട് വളരെ പ്രയാസമാണ്. ഇതിന് പിന്നിലും ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും സഹായമുണ്ടെന്ന് വ്യക്തമാണ്. ശബ്ദാതിവേഗ മിസൈലുകളെ പ്രതിരോധിക്കാൻ ലേസർ അധിഷ്ഠിത സാങ്കേതിക വിദ്യ തന്നെ വേണ്ടിവരും. ഇത് ഇസ്രയേലിൻ്റെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണെന്ന് പറയാം. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കും ഈ സംഘർഷം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഊർജ്ജ ആവശ്യങ്ങളുമൊക്കെ തന്നെ ഇന്ത്യയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചകൾ ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഉപരോധങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇന്ത്യക്കും മറ്റും ഇറാൻ്റെ എണ്ണ ലഭ്യമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലോകം ഇന്ന് ഒരു പുതിയ അച്ചുതണ്ടിൻ്റെ രൂപീകരണത്തിനായിട്ട് സാക്ഷ്യം വഹിക്കുകയാണ്. ചൈന, റഷ്യ, നോർത്ത് കൊറിയ, ഇറാൻ എന്നിങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യത്തിന് ബദലായിട്ട് ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. വ്യാപാര ബന്ധങ്ങൾക്കപ്പുറമായിട്ട് ഇതൊരു സൈനിക രാഷ്ട്രീയ സഖ്യമായിട്ട് വളരുന്നത് അത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രൊപ്പഗണ്ടകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ശക്തിയായിട്ട് ഈ ഒരു അച്ചുതണ്ട് മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് അത് ഒരു ആഗോള അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള വലിയൊരു ബലപരീക്ഷണമാണ് നടക്കുന്നത്. റഷ്യയുടെ സൈനിക ബുദ്ധിയും ചൈനയുടെ സാമ്പത്തികമായിട്ടുള്ള കരുത്തും അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ ആ ഒരു ധാർഷ്ട്യവും ഇറാൻ്റെ പോരാട്ട വീര്യവും ഇവയെല്ലാം തന്നെ ഒന്നു ചേരുമ്പോൾ അമേരിക്കയ്ക്ക് അത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നതായിരിക്കും. യുദ്ധം എത്ര കാലം നീണ്ടു നിന്നാലും ഇറാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആഗോള സഖ്യത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഏതായാലും വരും നാളുകളിൽ ഈ ഒരു സഖ്യം കൂടുതൽ ശക്തമാകുന്നത് ലോക രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം അല്ലെങ്കിൽ മാറ്റി വരച്ചേക്കാം എന്ന് പറയാം.